എല്ലാ കൂട്ടുകാർക്കും ക്വിസ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 60 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ തന്നെ വന്യജീവി ക്വിസുകളിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സ്റ്റഡീഡ് എന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റഡി ചാലഞ്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? മസനോബ ഫുകുവോക്ക. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സുന്ദർലാൽ ബഹുഗുണ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? മണ്ണൂത്തി, തൃശൂർ. മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ഡോക്ടർ സലീം അലിയുടെ ആത്മകഥ ഏത്? ഒരു കുരുവിയുടെ പതനം അഥവാ ഫാൾ ഓഫ് എ സ്പാരോ. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? വരയാട്. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിന്റെ ശാസ്ത്രീയ നാമമാണ്? കണിക്കൊന്ന. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്? നെയ്യാർ. ചിന്നാർ സംരക്ഷണ മേഖല ഏതു ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം ദേശീയോദ്യാനം. 1978 ഇത് രൂപീകൃതമായത്. കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഇതിനുത്തരം കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം കമന്റ് ചെയ്യുന്ന 5 പേരുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.